ഇടുക്കി തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കണ്ണടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉത്തരവ് കാറ്റിൽ പറത്തി ജില്ലാ പോലീസ്. 1 മാസത്തിനുള്ളിൽ നടപടിയെടുക്കാനാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉത്തരവിട്ടത്. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. കാഴ്ച നഷ്ടപ്പെട്ട കണ്ണുമായി നിയമ പോരാട്ടം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ്. കണ്ണിന് ആണ് ആദ്യമായിട്ട് അടി കിട്ടുന്നത്. കണ്ണിന്റെ കാഴ്ച പോയി നമ്മൾ കണ്ണ് പൊത്തി തിരിഞ്ഞപ്പോൾ തലയ്ക്കിട്ട് അടി കിട്ടി. തലയിൽ 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ദേഹമാസകലം അടിച്ചു. 1 മാസത്തിനുള്ളിൽ ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ആ ഓർഡറിൽ പറയുന്നത്. പക്ഷെ ഇപ്പോൾ 5 മാസം കഴിഞ്ഞു, ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയുടെ ആ ഓർഡർ വന്നതിന് ശേഷം എന്നെയും 2 സാക്ഷികളെയും ഇടുക്കിയിലേക്ക് വിളിപ്പിച്ച് മൊഴിയെടുത്തു. അതല്ലാണ്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇതുവരെ. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽകൃഷ്ണൻ, ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണം എന്നുള്ള ഉത്തരവുകളൊക്കെ ഇടയ്ക്കിടെ സ്റ്റേഷനിലേക്ക് DGPയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമായി ഉണ്ടാവുന്നതാണ്. അതൊക്കെ കാറ്റിൽ പറത്തുകയാണ്. ഈ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഉത്തരവ് തന്നെ വന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിൽ 1 മാസത്തിനകം നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ 5 മാസമായിട്ടും ഒരു നടപടിയുമില്ല. ലാൽകൃഷ്ണൻ, റിജിത്ത്, 2022 ജൂൺ മാസത്തിലാണ് ഈ ബിലാൽ സമദിന്റെ കണ്ണിന് പോലീസ് മർദ്ദിച്ച് ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ ആകുന്നത്. അത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രകടനം തൊടുപുഴ നഗരത്തിൽ നടന്നപ്പോൾ അതിനെതിരെ പോലീസ് പ്രതികരിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതിരുന്നപ്പോൾ തന്നെയാണ് പോലീസ് ലാത്തി വീശുകയും മർദ്ദിക്കുകയും ചെയ്തത്. കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടമായി എന്ന് മാത്രമല്ല, ഏകദേശം 3-4 ലക്ഷം രൂപയുടെ ചികിത്സ ഇതിനോടകം തന്നെ ബിലാൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി വർഷങ്ങൾ നീണ്ട സെറ്റിംഗിന് ശേഷം ഈ കഴിഞ്ഞ മാർച്ചിലാണ് 1 മാസത്തിനുള്ളിൽ കൃത്യമായ കർശന നടപടി സ്വീകരിക്കണം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്ന് പറയുന്നത്. അതായത് ഇടുക്കി AR ക്യാമ്പിലെ ഒരു PCO ആയിരുന്ന അജിൻ DDക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശം നൽകിയത് എറണാകുളം DIGക്കും ഇടുക്കി SP-ക്കുമായിരുന്നു. ഇതിനുശേഷം ബിലാലിനെ ആകെ ഒരു മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതല്ലാതെ തുടർ നടപടികളോ മറ്റു നീക്കങ്ങളോ ഇതുവരെ നടന്നിട്ടില്ല. അവസാനത്തെ സിറ്റിംഗിൽ പോലും നടപടി ഉണ്ടാകും എന്ന വാക്കാലുള്ള ഒരു ഉറപ്പല്ലാതെ ആ സംഭവം നടന്ന് അല്ലെങ്കിൽ ഉത്തരവ് വന്ന് 5 മാസത്തിന് ശേഷവും എന്ത് നടപടി എടുത്തു എന്ന ചോദ്യത്തിന് പോലീസിന് ഇപ്പോഴും മറുപടി നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ തുടർ നടപടി നടക്കുകയാണ് എന്നൊരു മറുപടി മാത്രമാണ്. 6 മാസം 5 മാസം കഴിഞ്ഞിട്ടും എന്ത് നടപടി എന്ന ചോദ്യത്തിന് അവർക്കും ഇപ്പോൾ ഉത്തരമില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിലാലിന്റെ തീരുമാനം. കാരണം കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഒരു കണ്ണ് മാത്രമാണ് നിലവിൽ പൂർണ്ണമായി കാണാൻ കഴിയുന്നത്. ആ കാഴ്ചയും ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. മധുരയിലാണ് നിലവിൽ ചികിത്സ നടക്കുന്നത്. അതിനുള്ള ചികിത്സാ ചിലവടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അത് നിൽക്കുമ്പോഴും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ ശുപാർശ അല്ലെങ്കിൽ നിർദ്ദേശം പോലും പരിഗണിക്കാനോ അല്ലെങ്കിൽ അതിൽ തുടർ നീക്കങ്ങൾ നടത്താൻ പോകുന്നില്ല. ഇതിൽ എന്ത് നീക്കം അല്ലെങ്കിൽ ഇനി എവിടെ നിന്ന് സഹായം ലഭിക്കും, എവിടെ നിന്ന് നീതി ലഭിക്കും എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസും ബിലാലും ചോദിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.